ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബർ മാസം 8 മുതൽ 14 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ വാരത്തിൽ 2024 ഡിസംബർ മാസം 11 തീയതി ബുധനാഴ്ചയാണ് ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശി വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. വൈകുണ്ഠനാഥൻ്റെ ക്ഷേത്രമാണ്, പ്രധാനം ആണ്. പാതാളാഞ്ജന ശിലയിലാണ് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഇരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു, പ്രത്യേകിച്ചും ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വലിയൊരു ആമുഖം ആവശ്യമില്ല. ഭൂലോക വൈകുണ്ഠം എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് വൈകുണ്ഠത്തിൽ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, ഭഗവാനെ കാണുന്നത്, അതേ രീതിയിലാണ് പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ ഈ പഞ്ചപാണ്ഡവന്മാരുമായിട്ടുള്ള യുദ്ധം വരുന്ന സമയത്ത്, മഹാഭാരത യുദ്ധം വരുന്ന സമയത്ത് അർജുനൻ ശത്രുപക്ഷത്ത് ഗുരുനാഥന്മാരെയും മറ്റുള്ളവരെല്ലാം കാണുകയും അദ്ദേഹം തളർന്നിരിക്കുന്ന സമയം, കാരണം എതിരാളികളായിട്ട് വരുന്നതെല്ലാം സ്വന്തമായിട്ട് ഗുരുക്കന്മാരും മറ്റുള്ള വേണ്ടപ്പെട്ടവരും ബന്ധുക്കളൊക്കെ ആകുമ്പോഴത്തേക്ക് ആയുധം എടുക്കാതെ അർജുനൻ അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഗീതോപദേശം കൊടുത്തൊരു ദിവസവും കൂടെയാണ് ഗുരുവായൂർ ഏകാദശി ദിവസം. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം ക്ഷേത്രങ്ങളിൽ വളരെ ആഘോഷമാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി വളരെ വിശേഷമാണ്. ഏകാദശി വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ചയിരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മാതാവിനും മാതൃബന്ധുക്കൾക്കും ശാരീരിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അശ്വതിക്ക് സംബന്ധിച്ചോളം പ്രധാനമായിട്ടും എടുത്തിയാട്ടം, മുൻകോപം, പിടിവാശി കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. മേടരാശിക്കാരെ സംബന്ധിച്ചോളം പ്രധാനമായിട്ട് ചൊവ്വയുടെ രാശിയാണ്. അപ്പോൾ അത്രയും ഒരു എടുത്തിയാട്ടം, മുൻകോപം, പിടിവാശിയും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് വൈക്കോലിൽ തീ പിടിച്ച പോലെ പെട്ടെന്ന് എടുത്തിയാടുന്ന സ്വഭാവം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. മാതാവിന് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വിവാഹ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. കർമ്മസംബന്ധമായിട്ടും എല്ലാ രീതിയിലും മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പൊതുവെ സഹോദര സ്ഥാനിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കണ്ടത്തിന് മുകളിലുള്ള ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ കഫരോഗാദികളൊക്കെ അനുഭവപ്പെടാനും സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം വിദ്യാഭ്യാസപരമായിട്ട് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഏതെങ്കിലും വിധത്തിൽ പരീക്ഷാദികളിൽ വിജയസാധ്യത തെളിഞ്ഞു വരും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ ബുദ്ധിമുട്ടോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. കുറച്ചൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ശാരീരിക ക്ലേശങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ വാരത്തിൽ മാറിക്കിട്ടും. വളരെ നാളുകളായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയസാധ്യത ഉണ്ടാവും. വളരെ നാളുകളായിട്ട് ശാരീരികമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാകും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. കുറച്ച് സമയദോഷം ഉണ്ടെങ്കിലും വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും ഈ വാരം സൂക്ഷിക്കണം. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. മഹാസുദർശന യന്ത്രം ധരിക്കുന്നതും വളരെ നല്ലതാണ്. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം പൊതുവെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. സംസാരം മുഖേന ശത്രുത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കളോ അരിഷ്ടതകളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഈ വാരത്തിൽ മാറിക്കിട്ടും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മനസ്സിന് സമാധാനവും സന്തോഷം ലഭിക്കുന്ന ഒരു നല്ല വാരമായിരിക്കും ഈ വാരം.
ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം പൊതുവെ നന്നായിരിക്കും. ഭാഗ്യപുഷ്ടിയും മനസ്സന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാകും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനോ വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീടോ വാഹനമോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തവർക്കും അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. ലോൺ അടച്ചു തീരുകയോ അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ കൂടുതൽ സാധ്യത ഉണ്ടാവുകയോ ചെയ്യും. പൊതുവെ കടങ്ങളൊക്കെ തീർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. മനസ്സമാധാനം ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. പൊതുവെ ഈ വാരം നല്ലതാണ്. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിക കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. തൊഴിൽപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല തീരുമാനങ്ങൾ എടുക്കും. അല്ലെങ്കിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദര സ്ഥാനിയിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പൊതു ഈ വാരം നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് സർപ്പപ്രീതി വരുത്തുക. മണ്ണാറശാല പാമ്പ് മേക്കേടൊക്കെ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. ഐശ്വര്യം ഉണ്ടാവും. തുലാം രാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. വാഹന ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. കർമ്മസംബന്ധമായിട്ട് ഉയർച്ചകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹവാഹനായി സൗഖ്യം അനുഭവപ്പെടും. പൊതുവെ ഈ വാരം നല്ലതാണ്. വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പുതുതായിട്ട് ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നല്ലൊരു സമയം നോക്കി ജോലിക്ക് കയറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ നേട്ടങ്ങളൊക്കെ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളോ ധനലാഭങ്ങളോ പ്രതീക്ഷിക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതകളും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സമാധാനവും സന്തോഷവും ഇടയ്ക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യപരമായിട്ട് പൊതുവെ ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളോ അത് ഒഴിച്ചാൽ പൊതുവെ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. മാതാവിന് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പൊതുവെ ഈ വാരം ആരോഗ്യപരമായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നല്ലതാണ്. മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പൊതുവെ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ വിഷമങ്ങളോ പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാകും. സഹോദര സ്ഥാനികളിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. കാലുവേദനയോ നടുവേദനയോ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പോരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. വാഹന ഭാഗ്യം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും.
ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലും ശാരീരികമായിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊതുവെ സഹോദര സ്ഥാനിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാകും. അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. കർമ്മസംബന്ധമായിട്ട് ഈ വാരത്തിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. എങ്കിലും മനസ്സമാധാനക്കുറവ് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. സന്താനങ്ങളാൽ സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ സന്താനങ്ങളാൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കാലുവേദന, നടുവേദന, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ അനുഭവപ്പെടും. ബാക്ക് പെയിനൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽപരമായിട്ട് നന്നായിരിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിലും വെറുതെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ചിന്തിച്ചിട്ടെങ്കിലും മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുൻകോപം എടുത്തിയായിട്ടും കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ആഴ്ചത്തെ ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിശാലയം, മണക്കാട് PO, തിരുവനന്തപുരം. ഫോൺ മൊബൈൽ നമ്പർ 9447471711. വീണ്ടും അടുത്ത ആഴ്ച കാണാം.